ഹായ്, നിങ്ങൾ ബിസിനസ് ചെയ്യാൻ ഒരുപാട് കാലമായിട്ട് ആഗ്രഹിക്കുന്ന വ്യക്തിയാണോ? അതല്ല, നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ബിസിനസ് ചെയ്തു തുടങ്ങി, പക്ഷെ കുറേ വർഷങ്ങളായിട്ട് ചെയ്തിട്ടും കാര്യമായിട്ട് സാമ്പത്തിക നേട്ടങ്ങളൊന്നുമില്ല, ഒരുപാട് കടങ്ങളും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളിലൂടെ കടന്നു പോവുകയാണോ? അതല്ല, ബിസിനസ് ചെയ്യുന്നുണ്ട്, വലിയ ബുദ്ധിമുട്ടൊന്നുമില്ല, പക്ഷെ വലിയ ബാലൻസോ അല്ലെങ്കിൽ സാമ്പത്തികമായിട്ട് വലിയ നേട്ടങ്ങളൊന്നും ഉണ്ടാക്കാനില്ല, സ്ട്രഗിൾ ചെയ്ത് കഷ്ടപ്പെട്ട് പോവുകയാണോ? നിങ്ങൾക്ക് ഇത് അങ്ങ് തീരണം, ഇതൊക്കെ ഒന്ന് ക്ലിയർ ആയിട്ട് ഫിക്സ് ചെയ്ത് വളരെ നല്ല രീതിയിൽ സ്മൂത്ത് ആയിട്ട് റൺ ചെയ്യണം എന്ന് ആഗ്രഹിക്കുന്നുണ്ടോ? എങ്കിൽ യു നീഡ് ഹെൽപ്പ്. അത് ആഗ്രഹിക്കുന്നുണ്ട് എങ്കിൽ എന്ത് ചെയ്യുക? ഒരു കാര്യം മനസ്സിലാക്കുക, നിങ്ങൾക്കൊരു സഹായം ആവശ്യമാണ്. നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ, നമ്മൾ ബിസിനസ് റൺ ചെയ്യുന്ന നമ്മളെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ സൈക്കോളജി വളരെ പ്രധാനപ്പെട്ടതാണ്, നമ്മുടെ മാനസികാവസ്ഥ വളരെ പ്രധാനപ്പെട്ടതാണ് നമ്മുടെ സക്സസ്സിൽ. അപ്പോൾ ബിസിനസ് സക്സസ്സിൽ 90% സൈക്കോളജിയും അതേപോലെ തന്നെ 10% മെക്കാനിക്സും ആണെന്നാണ് പറയുക. അപ്പോൾ അതുകൊണ്ട് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഹ്യൂജ് ഗ്രോത്ത് ഉണ്ടാക്കിയെടുക്കണമെന്നുണ്ടെങ്കിൽ ബിസിനസ് മാൻ ആദ്യം ട്രാൻസ്ഫോം ചെയ്യണം. നിങ്ങളുടെ ലൈഫ് മാറണം, നിങ്ങളുടെ ലൈഫ് സ്റ്റൈൽ മാറണം, നിങ്ങളുടെ ഹാബിറ്റ്സ് മാറണം, നിങ്ങളുടെ ചിന്താരീതി മാറണം. ഇതെല്ലാം മാറിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ബിസിനസ്സിന് എന്ത് ചെയ്യാൻ പറ്റും? നെക്സ്റ്റ് ലെവലിലേക്ക് കൊണ്ടുപോകാൻ പറ്റും. അതേപോലെ തന്നെ മണി മേക്കിംഗ് സ്ട്രാറ്റജീസ് നിങ്ങൾ അറിയണം. എന്താണ് പുതിയ തരത്തിലുള്ള ഇന്നത്തെ കാലഘട്ടത്തിനനുസരിച്ചുള്ള സ്ട്രാറ്റജീസ്? എന്താണ്, എങ്ങനെയാണ് നമ്മൾ സ്ട്രാറ്റജികൾ മെനയേണ്ടത്? നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, മറ്റുള്ളവന്റെ പണം, മറ്റുള്ളവന്റെ ആശയം, മറ്റുള്ളവന്റെ എക്സ്പീരിയൻസ്, മറ്റുള്ളവന്റെ അനുഭവ സമ്പത്ത്, അറിവ്, ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം വളരെ നല്ല രീതിയിൽ ഒരു ടീമാക്കി ക്രിയേറ്റ് ചെയ്തുകൊണ്ട് അതിനെ കോർഡിനേറ്റ് ചെയ്യുന്ന മികച്ച ഒരു വ്യക്തിയാണ് ഒരു ബിസിനസ് മാൻ എന്ന് പറയുന്നത്. അപ്പോൾ അത്തരത്തിലേക്ക് ആവണം എന്നുണ്ടെങ്കിൽ, വളരണം എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ഒരുപാട് കഴിവുകളും കാഴ്ചപ്പാടുകളും നിങ്ങളിൽ മാറ്റങ്ങൾ വരുത്തേണ്ടത്. ആ മാറ്റങ്ങൾ വരുത്തി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു സംശയവും വേണ്ട, നിങ്ങൾ ഹ്യൂജ് ഗ്രോത്ത് ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ പഠിപ്പിക്കുന്ന ഒരു വർക്ക്ഷോപ്പ് വരുന്നുണ്ട്. ഓൺലൈൻ മൈൻഡ് പവർ ട്രെയിനിങ് പ്രോഗ്രാമാണ് വരുന്നത്. നിങ്ങളുടെ ടോട്ടൽ ലൈഫ് ട്രാൻസ്ഫോം ചെയ്യാനും കൂടി സഹായിക്കുന്ന ഒരു പ്രോഗ്രാമും കൂടിയാണത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ആ പ്രോഗ്രാമിൽ നിങ്ങൾ പങ്കെടുക്കുക. പങ്കെടുത്തിട്ട് നിങ്ങളുടെ ലൈഫ് ചേഞ്ച് ചെയ്യാൻ വേണ്ടി ശ്രമിക്കുക. നിങ്ങൾക്ക് ഇതിനു മുൻപ് ആ പ്രോഗ്രാമിൽ പങ്കെടുത്തുള്ള വ്യക്തികളുടെ ഒരു എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കേൾക്കാം. കേട്ടിട്ട് എന്ത് ചെയ്യാം? നിങ്ങൾക്ക് തിരിച്ചു വരാം. ഈ കൊറോണ വന്ന ഈ ഒരു പ്രശ്നം കൊണ്ട് തന്നെ കോഴ്സ് ചേർന്നപ്പോൾ വെറും ഒരു ബിസിനസ്സിലോട്ട് മാത്രമല്ല, ലൈഫിലും മൊത്തത്തിൽ ചേഞ്ചാ. കാരണം ഈ എന്റെ കാര്യം സത്യം പറയാച്ചാൽ റൂമിൽ ഏറ്റവും അലമ്പ് ഞാൻ തന്നെയായിരുന്നു. ഞാനും വേറൊരാളായിരുന്നു. ബാക്കിയുള്ളവർ നേരത്തെ കിടന്നുറങ്ങാൻ വിചാരിച്ച ഞങ്ങൾ രണ്ടുപേരും കൂടിയായിട്ട് ഉറങ്ങാൻ സമ്മതിക്കാതിരിക്കുക സത്യത്തില്. അപ്പൊ ഇപ്പൊ ഞങ്ങള് നേരത്തെ കിടന്നുറങ്ങുമ്പോ അവര് പറയും, ഇപ്പൊ എന്ത് പറ്റിയാന്ന് ചോദിക്കും. ആ ഒരു റേഞ്ചിലേക്ക് കാര്യങ്ങൾ മാറിയിട്ടുണ്ട്. പിന്നെ അത് മാത്രമല്ല, എപ്പോഴും എന്താ പറയാ, കാര്യങ്ങൾ എന്താ വെച്ചാൽ റൂമിൽ അങ്ങനെയൊക്കെ അലമ്പാണെങ്കിൽ പോലും എല്ലാവർക്കും ഭയങ്കര ഇഷ്ടമാണ്. കാരണം നമ്മൾ ആ ഒരു റേഞ്ചിലാണ് കാര്യങ്ങൾ കൊണ്ടുപോകാറ്. പക്ഷെ ഇപ്പൊ അവർക്ക് നേരത്തെ കിടന്നുറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട് ഫിലിം ഇട്ട് വെക്കുക, പിന്നെ ക്യാരംസ് കളിച്ച് ഭക്ഷണം ലേറ്റ് ആക്കി കഴിക്കുക, ഇതൊക്കെ ഫുള്ള് ഹോബിയായിരുന്നു. ഇപ്പം കാര്യങ്ങൾ മാറി പറഞ്ഞപ്പോ അവർക്ക് തന്നെ അത്ഭുത. ജലീലിന് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ട് പിന്നെ അതിനേക്കാളൊക്കെ ഏറ്റവും ഇഷ്ടം എനിക്ക് അന്നും എന്നായാലും സാർ എനിക്ക് ഏറ്റവും ഇഷ്ടം എന്ന് പറഞ്ഞാൽ രാവിലെ നേരത്തെ എണീക്കുന്ന ആൾക്കാർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അത് എന്നെ കൊണ്ട് പറ്റാറില്ല എന്നുള്ളത് എപ്പോഴും പറയാറുണ്ടെങ്കിലും ഇപ്പൊ സത്യത്തിൽ കോഴ്സിന് വന്നതിന് ശേഷം ഭയങ്കര മാറ്റം. ഐ എം വെരി ഹാപ്പി. ഭയങ്കര മാറ്റം. ഈ കോഴ്സിനെ കുറിച്ച് ഞാൻ ഈ കൊറോണ കാലത്ത് എല്ലാവരും ഞാൻ പറയാറുണ്ട്, ആരോട് കിട്ടിയാലും ഞാനിപ്പോ പറഞ്ഞു കൊടുക്കും, ഇങ്ങനത്തെ ക്ലാസ്സുകൾ, അതേത് ക്ലാസ് ആയാലും വേണ്ടില്ല, ഇങ്ങനത്തെ ക്ലാസ്സുകൾ എന്തായാലും അറ്റൻഡ് ചെയ്യണം എന്നാ പറയാറ്. കാരണം ഇത് ഭയങ്കര നമുക്ക് മാറ്റങ്ങൾ സൃഷ്ടിക്കും. പിന്നെ ഞാന് ഒരുപാട് ക്ലാസ്സുകൾ കേൾക്കുന്ന ഒരാളും കൂടിയാണ്. അപ്പൊ ഞാനിതിപ്പോ സാറിനോട് പറയുമ്പോൾ സാർ വിചാരിക്കണം, കാരണം ഷാഫി ഇൻസ്പേസിന്റെ ഈ ഒരു കോഴ്സ് ചേർന്നപ്പോ എനിക്ക് അതിൽ വന്നൊരു ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു സംഭവം ഉണ്ടായിരുന്നു സാർ. വേറെ ക്ലാസ് കേൾക്കുന്നതിനേക്കാൾ എന്തിനേക്കാളും കൂടുതൽ ഇത് നമ്മളെ ലൈഫിൽ അപ്ലൈ ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു സംഭവം തന്നെ ശരിക്കും ഈ കോഴ്സിലുണ്ട്. LTC എന്ന് പറഞ്ഞൊരു സംഭവം, ലൈഫ് ട്രാൻസ്ഫോർമേഷൻ കൾച്ചർ. അത് ഭയങ്കര സംഭവം. അത് വേറൊരു ക്ലാസ്സിലും കേൾക്കാത്തത് മാത്രമല്ല, നമുക്ക് ഈ ഒരു കോഴ്സിൽ വന്നതിന് ശേഷം സത്യത്തിൽ അത് എങ്ങനെ പറഞ്ഞറിയിക്കണം എന്ന് എനിക്കറിയില്ല. കാരണം LTC എന്ന് പറയുന്നത് ഭയങ്കര ഒരു സംഭവം, ലൈഫ് ട്രാൻസ്ഫോർമേഷൻ കൾച്ചർ. തീർച്ചയായിട്ടും ഞാൻ സാറിനോട് പറഞ്ഞല്ലോ, എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരാൾ എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിനോട് ചോദിച്ചു കഴിഞ്ഞാൽ, എന്നോട് ആദ്യം റൂമിലുള്ള ആൾക്കാർ പലപ്പോഴും ഇങ്ങനെ വെറുതെ ചോദിക്കുമ്പോൾ എന്താണ് ഏറ്റവും ഇഷ്ടപ്പെട്ട ആംബിഷൻ എന്നൊക്കെ പറയുമ്പോൾ ഞാൻ എന്റെ വൈഫിനോടാണെങ്കിൽ പോലും പറയും, നേരത്തെ കിടന്നുറങ്ങി നേരത്തെ എണീക്കുന്ന ഒരാളാവുക എന്നുള്ളതാണ് വലിയ ആംബിഷൻ എന്ന് പറയും. കാരണം അത് പറ്റാറില്ല. പക്ഷെ ഇപ്പൊ ഓക്കെയാണ് കാര്യങ്ങൾ, ഞാൻ ഭയങ്കര ഹാപ്പിയാ. സോ നിങ്ങളിപ്പോൾ ആ ഒരു വ്യക്തിയുടെ എക്സ്പീരിയൻസ് കേട്ട് കഴിഞ്ഞു, അവരുടെ ഫീഡ്ബാക്കുകൾ കേട്ട് കഴിഞ്ഞു. സോ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ഹ്യൂജ് റിസൾട്ട്, ഇതുപോലെ റിസൾട്ട് നിങ്ങൾക്കും വേണമെന്ന് ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ പ്രോഗ്രാമിൽ എത്രയും പെട്ടെന്ന് രജിസ്റ്റർ ചെയ്യൂ. ഈ വരുന്ന മാസം ഒക്ടോബർ 5-ാം തീയതിയാണ് പ്രോഗ്രാം നടക്കുന്നത്. നിങ്ങളെ പ്രോഗ്രാമിൽ കാണുമെന്നുള്ള പ്രതീക്ഷയോടുകൂടി ഇപ്പോൾ പിൻവാങ്ങുന്നു. ദിസ് ഈസ് മീ ഷാഫി മുഹമ്മദ്. സീ യു ലേറ്റർ. ബൈ ബൈ. ടേക്ക് കെയർ. ഹാവ് എ ഗ്രേറ്റ് ഡേ.